അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്ത പോലെ നടന്നു. അളിയാ, ലോകത്ത് ഒരേ സമയം പറ്റിക്കാൻ ബുദ്ധിമുട്ടുള്ളതും പറ്റിക്കാൻ എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരേ ഒരു വിഭാഗമുള്ളൂ, ഭാര്യ. അതല്ലടാ, എനിക്കെന്തോ പേടിയാവുന്നു. നമ്മള് ഗോവയിലേക്കാ പോകുന്നത്. വഴി തെറ്റിപ്പോവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. മയക്കുമരുന്ന്, മദ്യം, പെണ്ണ്. ദേ, നമ്മളൊന്നിലും സ്വയം മറക്കരുത്. ഡാ, നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോകണം, മനസ്സിലായോ? അല്ലാതെ അമ്പലത്തിലേക്കല്ല. അവിടെ ചെന്നിട്ട് വേണം എന്റെ പൂജയെടുപ്പൊക്കെ ഒന്ന് നടത്താൻ. അർജുൻ പറഞ്ഞു തന്നേരാ, നമ്മൾ ഗോവയിൽ പോകുന്നു, ഒരു 10 ദിവസം മാന്യമായിട്ട് അടിച്ചു പൊളിക്കുന്നു. പക്ഷെ കുടുംബത്തെ മറന്നൊരു ആഘോഷം അത് വേണ്ട. പിന്നെ മദ്യം, അത് കൈകൊണ്ട് തൊടാൻ പോലും പാടില്ല. സത്യം ചെയ്. താഴെ ആൾക്കാരിക്കുന്ന കാണാൻ വയ്യ. ചെറി വഴക്ക് വേണ്ട ചെറി. നീ മിണ്ടായിരിക്കും, സോഡ കൂടി നീ ചുമ്മാ ഇടാ. തന്നോടല്ലേ ചോദിച്ചത്, ചെവി കേട്ടൂടെ? ഭഗവാനെ പരശുരാമനും താഴെ നിൽക്കുന്നവരൊന്നും മാറിക്കണം. എനിക്കൊന്നും മുള്ളണം. അയ്യേ, പോക്കിരിത്തരം പറയുന്നല്ലോ. മൂത്രമൊഴിക്കുന്ന പോക്കിത്തരമാണ്. യൂറിൻ തല വീണ്ടെങ്കിൽ മാറിക്കണം. വെള്ളം അടിച്ച് കഴിഞ്ഞിരിക്കുന്നിടത്തിരുന്ന് മൂത്രമൊഴിക്കണം എന്റെ ഹോബിയാ. ആരെ പിടിക്കുന്ന ഞാൻ തന്നെ പിടിച്ചൊഴിച്ചോളാം. കത്തോട് സ്വസ്ഥമായിട്ട് തിരുന്ന് മൂത്രമൊഴിക്കാനുള്ള സ്വാതന്ത്ര്യം നാട്ടിലില്ലേ? ഇവിടെ ഒന്ന് വൃത്തിയാക്കരുത്, ഞാൻ ടോയ്ലറ്റ് ടോയ്ലറ്റിലിങ്ങനെ ഒരു വിശാലത കിട്ടില്ല. തന്നോടല്ലോ പറഞ്ഞ അവിടെ പോയി ഒഴിക്കാം. ചെറി വെറുതെ വഴക്കുണ്ടാക്കണം. ഇവിടെ നമുക്ക് അങ്ങോട്ട് മാറിയേക്കാം. എനിക്ക് പേടിയാവുന്നു. എന്താ എന്റെ പേര്? അർജുൻ. അർജുൻ, നിനക്ക് ചേരുന്ന പേര് സഹദേവൻ. അർജുനാണല്ലോ ഊറ്റം നിനക്ക് പോരാ. എന്റെ പേര് തണ്ണി, സോറി സണ്ണി എബ്രഹാം. എങ്ങോട്ടാ? അതറിഞ്ഞിട്ട് തനിക്ക് എന്തിനാ? എങ്ങോട്ടാ? ഗോവ. ഗോവയ്ക്ക്? അതെ, ഞാനുണ്ട് ഗോവയ്ക്ക്. ഞാനും ഉണ്ട് ഗോവയ്ക്കെന്നോ? താനുണ്ട് ഗോവയ്ക്കെന്നല്ല, ഞാനുണ്ട് ഗോവയ്ക്ക് ചോളി അടിക്കാൻ. ചേട്ടാ വട്ടാണോ? വട്ടാണാന്ന് പിടുത്ത കിട്ടിയല്ലേ? മിടുക്കൻ. കുപ്പിട്. ബോംബയ്ക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്താ. ഇനിയിപ്പോ പ്ലാൻ മാറി. ഞാനും നിങ്ങളുടെ കൂടെ ഗോവയ്ക്ക് വരുന്നു. നമുക്കിങ്ങനെ അടിച്ച് പൊളിച്ചു പോവാം. സത്യം പറഞ്ഞ ഈ ക്യാബിനിൽ വല്ല ഡീസന്റ് പാർട്ടി വന്ന് കയറുമെന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. സമാനമായി. സഹോദര, മറ്റെങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കൂ പ്ലീസ്. ഞാൻ ആരാണെന്ന് അറിയൂ? അഡ്വക്കേറ്റ് ജെറി തോമസ്. ആ നമ്പ് കാണിച്ചോണ്ടല്ലോ. ചൂടാണ്ട. പോയി തരോ? ഇങ്ങനെയൊക്കെ വേണം ചവിട്ടിയാൽ. അല്ലാതെ ചില പിള്ളേരുടെ പോലെ തടിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞ LKG പിള്ളേര് പോലും പേടിക്കൂല. ഫോൺ എടുക്കണം. അതെ, താടി സാറിന്റെ ഫോൺ അടിക്കണേ. ഹോസ്പിറ്റലിലുള്ള ഫോണായിരിക്കും. നിങ്ങള് പ്രകടനം കണ്ടിട്ടുണ്ടോ? എന്ത് സാധനം? പ്രകടനം കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കണ്ടോ? കാണാം. ഹലോ ഭാര്യ. ഞാൻ നേത്രാവതി എക്സ്പ്രസിൽ ഗോവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, സെക്കൻഡ് AC കോച്ചിൽ. എന്താ നീ എന്റെ മൂക്ക് എത്തിക്കളയോ? എടീ, എന്റെ കൂടെ 3 സുന്ദരികളുണ്ട്. ഒരുത്തിയെ ഞാൻ ഉമ്മ വെച്ചു. എടീ, ഭരിക്കാറിയുന്നവനാണ് ഭർത്താവ്. ആ ഭർത്താവിനെ കയറി ഭരിക്കാൻ വന്നവരുണ്ടല്ലോ. ഒരു സുന്ദരി എനിക്ക് കിളിയിടുന്നു. എടേ, ഞാൻ പിറ്റാടി 6 ബോട്ടിൽ നീ കയ്യിലുണ്ട്. നീ പോളെ പുല്ലേ. ചേട്ടാ, ശരിക്കും ഭാര്യയോട് തന്നെയാണ് ചൂടായ? ഭാര്യയുടെ ഇങ്ങനെയൊക്കെ ചൂടാൻ പറ്റുമോ? ഭാര്യയോടെ ചൂടാകാൻ പറ്റൂ. മറ്റാരത്തെങ്കിലും പോയി ചൂടാക്കി പല്ലടിച്ചിടും. ചേട്ടന്റെ രീതികൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആ ധൈര്യം ഞാൻ സമ്മതിച്ചു. ഇങ്ങനെയൊക്കെ ചൂടാവെന്ന് പറഞ്ഞ അപാര ധൈര്യം തന്നെ. ഒരു ഫോൺ തടിയേട്ടാ, അതിവിടെ ക്ലയന്റാ. ഞാൻ സംസാരിക്കണോ? ഹലോ, ആ മാഡം പറയൂ. ഡിവോഴ്സ് നോട്ടീസിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഭർത്താവിനെതിരെ തെളിവ് വേണമെന്ന് പറഞ്ഞില്ലേ? തെളിവ് കിട്ടിയോ? ഇന്നിപ്പോ എന്റെ ഹസ്ബൻഡ്
നേത്രാവതി എക്സ്പ്രസിൽ 3 പെണ്ണുങ്ങളോടൊപ്പം ഗോവയിലേക്ക് പോവാ. സെക്കൻഡ് AC കമ്പാർട്ട്മെന്റിൽ. മാഡം, മാഡത്തിന്റെ ഭർത്താവിന്റെ പേര് സണ്ണി അബ്രാം എന്നല്ലേ? അതെ. ഉണ്ട്. ഒരു വൃത്തികെട്ട രൂപമല്ലേ? അത് അത്ര വൃത്തികെട്ടൊന്നുമല്ല. ഇച്ചിരി കറുത്താന്നേ ഉള്ളൂ. താടി ആ, ഷേവ് ചെയ്യത്തേ ഇല്ല. ഒരു നരച്ച കാർഗോസും ഒരു ജാക്കറ്റും ഒക്കെ. ആന്നോ നീ? അതാ എനിക്ക് ഏറ്റവും വെറുപ്പ്. ആ, പിന്നെ ഒരു കാര്യം കൂടി, കുടിച്ചാൽ കുടിച്ചിടത്തുമുള്ളൂ അല്ലേ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, ആളിനെ അറിയോ നിങ്ങൾക്ക്? എങ്കിൽ മാഡം, ഞാൻ ഈ കേസ് ഒഴിഞ്ഞിരിക്കുന്നു. ഞാൻ പ്രതിഭാഗം ചേർന്നിരിക്കുന്നു. ഗുഡ് ബൈ. ഹലോ ഹലോ. നിനക്ക് അറിയാവോ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ എന്റെ വൈഫ് കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇവരെ കളക്കിയടാ പോലെ. ചേട്ടന്റെ ഗുണങ്ങള് ചേട്ടന്റെ ഭാര്യ പറഞ്ഞ് കേട്ടപ്പോഴേ എനിക്കൊരു ആരാധന തോന്നിയിരുന്നു. അപ്പൊ നമുക്ക് ഈ സന്തോഷം അങ്ങോട്ട് പങ്കിടാം. അതെ ചേട്ടാ, വേറെ എന്ത് വേണമെങ്കിലും ആവാം, ഇത് പറ്റില്ല. വേറെ എന്ത് വേണമെങ്കിലും ആയില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് പറ്റണം. ഒരു ജ്യേഷ്ഠന്റെ അപേക്ഷയാണ്. ഒരു ജ്യേഷ്ഠന്റെ അപേക്ഷ നമുക്ക് അനുസരിക്കാറേ. സോറി ചേട്ടാ, ദേഷ്യപ്പെടരുത്. ഞങ്ങൾക്ക് ചില പോളിസീസ് ഒക്കെ ഉണ്ട്. നിനക്ക് എത്ര പോളിസി വേണം? എനിക്ക് ഫ്രണ്ട്സ് മൂടെ പോളിസി. ലോകത്തിൽ കമ്പനി ഇട്ടുന്ന ഒരു സാധനം അതാണ്. അതെ, പാടാ നമുക്ക് കമ്പനി കൊടുക്കണം. ചേട്ടാ, മദ്യം വിഷമാണ്. മോനെ, ഞാനും ഗുരുദേവനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പിടിക്കും ഈ വിഷമം മാറ്റുന്നതാണ് മദ്യം. കള്ളിനെ കുറ്റപ്പെടുന്ന ആരാടാ? കള്ളു കുടിക്കാത്ത ആളുകൾ. പ്രമേഹ രോഗികൾക്ക് പഞ്ചസാര പിടിക്കോടാ. അതില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതൊന്ന് കുടിച്ചു നോക്ക്. എന്നിട്ട് പറ നല്ലതാണോ ചീത്തയാണോ. ചീത്തയെന്ന് പറഞ്ഞാൽ പിന്നെ നിർബന്ധിക്കില്ല. ഞാൻ ചീത്തയെന്ന് പറയില്ല. വക്കീലേ, വേണ്ടെങ്കിൽ തരണേ. പറഞ്ഞു പിടിപ്പി. എനിക്ക് വേണ്ട സാർ. വേണ്ടേ? ഉറപ്പ്? എന്നാലേ നിങ്ങളുടെ താഴെ ഇരുന്നുള്ള പ്ലാനിംഗ് ഒക്കെ ഞാൻ മേലെ കിടന്ന് കേട്ടു. ഭാര്യമാരെ അറിയിക്കാതെ ഗോവയ്ക്ക് പോണല്ലേ? ഞാൻ വിളിച്ചറിയിച്ചോളാം. എന്നാ ഞാൻ കഴിച്ചോളാം സാർ. കഴിക്കോ? വേണ്ടോന്ന് പറഞ്ഞു. വേണം. നല്ല കുടിയനാ, കുടിച്ചോളൂ. കുടിച്ചോടാ. ഞങ്ങളിത് പുറത്തുനിന്ന് കുടിച്ചോളാം. വാഷ് ബേസിൽ ഒഴിച്ചാണല്ലേ? അല്ല സാർ, ഞങ്ങളുടെ ആദ്യ സംരംഭം അല്ലേ, കുറച്ച് ഫ്രഷ് എയർ ഏകാന്തതയൊക്കെ വേണം. അത് ന്യായം. പക്ഷെ തിരിച്ചു വരുമ്പോ മണപ്പിക്കും. മണ്ടനാക്കരുത്. അയാളുടെ നീ കൈയെടുത്തേ. നോക്കിയേ, ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി തിരിച്ചു പോകാൻ പോവാ. ഈശ്വര, ജീവിതത്തിൽ ഇതുവരെ ഒരു കോള പോലും കുടിക്കാത്ത എന്നെ കൊണ്ട് അയാൾ കള്ളു കുടിപ്പിക്കാൻ നോക്കുന്നു. അല്ലാതെ പഠിപ്പിക്കാൻ നോക്കിയതല്ലോ, നീ കുടിയാ. അതല്ല അവൻ പറഞ്ഞ ശരിയാ. എത്ര ടെംപ്റ്റേഷൻ ഉണ്ടായാലും നമ്മുടെ ഐഡന്റിറ്റി അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഭാര്യമാരെ പേടിച്ചു കഴിയുന്ന നമുക്ക് എന്തോന്ന് ഐഡന്റിറ്റി കളിയാ. ആ നൂഡിൽസ് മുടിയൻ ഭാര്യനെ വിളിച്ച തെറി കേട്ടാ കൊതി തോന്നിയാ. എന്താ മദ്യത്തിന്റെ ശക്തി? നമ്മള് മനുഷ്യന്മാരല്ലടാ, നമുക്ക് ഇടയ്ക്ക് വിളിക്കണ്ടടാ ഭാര്യമാര് 2 തെറി. എന്താ ആലോചിക്കണ തെറിയ? അമ്പലത്തിലെ തീർത്ഥം കുടിച്ച് മരവിച്ചു പോയ നാവ പുതിയ രുചികൾക്കായിട്ടുള്ള അന്വേഷണത്തിലാ ശല്യം ചെയ്തത്. അമ്മേ മഹാമായേ, ആദ്യം കൂടി പിന്നെ തെറ്റി. എല്ലാം ചീറ്റി. ഓഹോ, അത് ശരി. ട്രെയിനിൽ മദ്യപാനല്ലേ? തൊണ്ടി കളയരുത്. ഇന്ത്യൻ റെയിൽവേ നിയമം 145 പ്രകാരം 3 പേരും അകത്താ. പറയട്ടെ, ഞാൻ ഇതിന്റെ ഓണർ അല്ല, ഞാൻ ഇതിന്റെ TT. നാടാരെ കളിപ്പിക്കാൻ നോക്കുക. നമ്മള് ജയിലാകുമ്പോ എന്റെ ജീവിതം നശിച്ചു. ഞാൻ അവളുടെ മുഖത്തങ്ങനെ നോക്കും. എനിക്ക് ജീവിക്കണം. ചാടിയാ നിന്നെ ഞാൻ കൊല്ലും. ജോലി കളയാൻ നോക്ക്. ചാടാൻ ഞാൻ സമ്മതിക്കില്ലടാ. ചാകുന്നവനെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളെ ഒരാളെ ഭീഷണിപ്പെടുത്തി മദ്യപിക്കാൻ ശ്രമിച്ച വന്ന് കേറിയപ്പോ തുടങ്ങിയ പ്രശ്നമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ആരടാ അവൻ? ഒരു സർ കാണിച്ചു സാർ, ദാ ഇവിടെ. ഒന്നും ഞാൻ ശരിയാക്കി തരാടാ. ഇന്ത്യൻ റെയിൽവേയിൽ നാടാരൊരു പുലിയാടാ, പുലി. എവിടെയാടാ? എടി സരളെ, AC കമ്പാർട്ട്മെന്റിൽ കയറരുന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ മോളെ? സാറേ എടിയല്ല എടനാട്ടാ. കണ്ടോ ഒരു മൈൻഡ് ഇല്ല. അൺകൾച്ചർഡ് ഹെയറി ഫെല്ലോ അടിച്ചോണ്ടിരിക്കുകയാണ് സാർ. ട്രെയിനിലിരുന്ന് വെള്ളടിക്കല്ലടാ. സണ്ണി കുട്ടനോ? ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞിട്ട് DGP ട്രാഫിക് തെറ്റിച്ച SI കേസ് കൊടുക്കണം. പൊട്ടന്മാരെ എവിടുന്ന കിട്ടിയ ഈ പൊട്ടന്മാരെ? അതൊക്കെ പോട്ടെ, എവിടേക്ക് പോണേ? ബോംബെക്ക്.
എന്തിനാ? ഒരു ആർട്ട് ഫിലിമിന്റെ വർക്കായിട്ട് ഇറങ്ങിയതാ. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോ പറഞ്ഞത് അത് പാളിപ്പോയി. അപ്പൊ ഇവന്മാർക്ക് ഒരേ നിർബന്ധം, ഞാൻ കൂടെ അവരുടെ കൂടെ ഗോവയ്ക്ക് ചെല്ലണമെന്ന് ചോളടിക്കാൻ. അയ്യോ പച്ചക്കള്ളം. അതിരിക്കട്ടെ, ഇവന്മാരെ ഇതിന്ന് കിട്ടിയതാ. കഴിഞ്ഞ യാത്രയിൽ ഇതുപോലെ പാവം പിടിച്ച 2 അപ്പാവികളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവരിപ്പോ എവിടെയുണ്ട്? അവന്മാർ അടുത്ത ആഴ്ച ജാമ്യത്തിൽ ഇറങ്ങും. പക്ഷേ ഇവന്മാര് പോരാ. അങ്ങനെ പറയാതെ, ഇവന്മാര് തുടങ്ങണല്ലേ ഉള്ളൂ. ഞാനാ പറയണേ, ഇവന്മാര് നന്നാവും. ഇങ്ങോട്ട് തന്നേ. ദേ, കുടിച്ചില്ലെങ്കിൽ കുടിച്ചെന്നും പറഞ്ഞ് ഞാൻ കേസെടുപ്പിക്കും. കുടിച്ചോടാ. സത്യമായിട്ട് ഞാൻ കേസെടുപ്പിക്കും. എന്താ ഒരു പെണ്ണും മുള്ളും കുളിക്കുന്നു. സണ്ണി മാറിയെന്ന് ഞാൻ കുറെ നാളായി കുളി അവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് പോയി. 6 മാസം അകത്ത് 1 ലക്ഷം പെനാൽറ്റി. പോയിന്റ് കറക്റ്റ് ആണോ? ഞാൻ മറന്നുപോയി. ടെൻഷൻ. ആ, പിന്നെ പത്രത്തിൽ ഫോട്ടോയും വരും, ചാനലിൽ ലൈവും. വേണോ? വേണ്ട, ഇത്രയും കേൾക്കാൻ വേണ്ടിട്ടാ കാത്തു നിന്നത്, ഒരു ഉഷാറ് കിട്ടാൻ. ഗുരുവേ, അല്പം ഈ പാനപാത്രത്തിൽ ദൈവം എന്ന് പറഞ്ഞിട്ട് ആളുകൾ കയറിയിട്ടില്ല. കാത്തു നോക്ക്. ഒഴിച്ചു തന്നവിടെ അത് ഞാൻ ഒഴിച്ചു കളഞ്ഞു വായിലേക്ക്. വേറെ കുപ്പിയില്ല സണ്ണി. ഉണ്ട്. എടാ ഇവനെന്താ ചിരിക്കണേ? ഇവന് ഇക്ലിയാവുണ്ട. അല്ല, മദ്യം പോണ വഴിക്കൊരു ഇക്ലി ഉണ്ട്. മുടുക്കൻ. താങ്ക്സ്. ഇനി വക്കീലേ, ഒരച്ഛന്റെ സ്ഥാനത്ത് എന്നാ പറയണേ, മോൻ കുടിക്കേ. കഴിച്ചു. മദ്യം കാഴ്ചശക്തി കൂട്ടും, 1-നെ 2 കാണാൻ പറ്റും. എനിക്കിപ്പോ 4 കാണുന്നുണ്ട്. ഇരട്ടി ശക്തി. എടാ നിനക്ക് ശക്തിമാനാണ്ടേ? ഒന്നുമില്ല, ശക്തിമാനാവണ്ടേ? നിങ്ങൾ എല്ലാരും കൂടെ എന്നെ കുടിപ്പിക്കാനല്ലേ? എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട. അവന്റെയും കൂടി ഞാൻ കുടിച്ചാലോടാ ടി. നീ ഇപ്പൊ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. നിന്റെ ഇഷ്ടം. ദേ, കുടിച്ചില്ലെങ്കിൽ അറിയാലോ, 6 മാസം. മോനെ, നീ കുടിക്ക്. അങ്ങനെ ഒരു ചെറിയ ജൈവിളി. അയ്യോ, അങ്ങനെ ഒരു ആശ്വാസല്ലേ? എന്ത് തോന്നണ്? ഒന്നുകൂടെ ആവാ. ഏതാടാ സ്ഥലം? കാസർഗോഡ്. തുടക്കം കളിക്കാ. അയാളെ കമ്പനി കിട്ടി നന്നായി. നമുക്കൊരു ചായ അടിച്ചാലോ? എരിയോ? 3-4 മണിക്കൂറായില്ലേ? അവിടെ ഉണ്ട്. ഞങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സർ. മനസ്സിലായി, സീറ്റ് ഒഴിവില്ല. പ്ലീസ് സർ, ഞങ്ങൾക്ക് നാളെ തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യേണ്ടതാ. ഓർഡിനറി കമ്പാർട്ട്മെന്റിൽ നിന്ന് പോകാൻ വയ്യാഞ്ഞിട്ടാ. പറഞ്ഞില്ലേ, സീറ്റ് ഫുള്ളാ. സർ അങ്ങനെ പറയില്ല, നാളെ എത്തിയില്ലെങ്കിൽ ജോലി പോകും. നിങ്ങൾക്ക് എന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സർ, ഞാനൊരു സത്യം പറയട്ടെ. എന്താ? ഈ താടിയില്ലെങ്കിൽ സാറിന് സച്ചിൻ ടെണ്ടുൽക്കറുടെ അത്തേ ചായ. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. ഇതിപ്പോ 100ാമത്തെ ആളാ പറയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ. എന്തോടെ ചരക്കുകൾ ഉള്ളതല്ലേ? നായരെ ടെണ്ടുൽക്കർക്ക് ഒരു ചായ. സാർ അപ്പൊ ടിക്കറ്റ്? എന്ത് ടിക്കറ്റ്? സാറല്ലേ പറഞ്ഞ ടിക്കറ്റ് തരപ്പെടുത്താന്ന്. അത് കാര്യാക്കണ്ട. നിങ്ങൾ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി എന്താ പറഞ്ഞേ? എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ചായ ഉണ്ടെന്ന്. ഞാൻ തിരിച്ച് നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ടിക്കറ്റ് തരാന്ന് പറഞ്ഞു. ദാ, ഇതിന്റെ പിന്നാലെ രാജധാനി വരുന്നുണ്ട്. നിങ്ങൾ അതിൽ കയറി പോയിക്കോ. സർ അങ്ങനെ പറയില്ലേ സർ, പ്ലീസ് സർ. പോവാ പറഞ്ഞ എന്താ കളിക്കാ? എന്താ പ്രശ്നം? ഗോവയിൽ ജോലി ചെയ്യുന്ന 4 പിള്ളേരാ. വാല എന്ന് വെച്ചാ എന്തിനും തുനിഞ്ഞിറങ്ങുന്നവരാന്ന്. എന്തിനും? പിന്നെന്തിനാ അവരെ പിടിച്ച് മാറ്റി നിർത്തിയേ? എന്നെ സംബന്ധിച്ച് മിനിമം ഒരു 45 വയസ്സെങ്കിലും കഴിയണം. പാവങ്ങള് കൂട്ടില്ലാതിരിക്കണുണ്ടോ? എന്തായാലും നമ്മള് ഗോവയ്ക്ക് പോവാ. അപ്പൊ പിന്നെ എല്ലാ രസം അറിഞ്ഞങ്ങ് പോയാലോ? മനസ്സിലായില്ല. എടാ, പണ്ടൊക്കെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ എനിക്ക് എല്ലാത്തിനും ഒരു ധൈര്യം കിട്ടിയ പോലെ. നിനക്കോ? എനിക്കും. പക്ഷെ പെൺപിള്ളേരുടെ കൂടെ ഒന്ന് പോടാ. എടാ, നമ്മൾ ഗോവയിൽ പോവാൻ പ്ലാൻ ചെയ്തതെന്നാ. നിന്റെ വീട്ടിൽ പൂജ നടന്ന ദിവസമാണ് ആണല്ലോ. അപ്പൊ ഇതെല്ലാം ഒരു ദൈവനിശ്ചയമാണ്. ദൈവനിശ്ചയം നമ്മളായിട്ട് മാറ്റരുത്. ഇല്ല, നമുക്ക് മുട്ടിയാലോ? ദൈവത്തെ വിളിച്ചോ? നീ ദൈവത്തെ വിളിച്ചോ, ഞാൻ ഇവരെ വിളിക്കാം. എക്സ്ക്യൂസ് മീ, ഗോവയ്ക്ക് പോകണല്ലേ? ഞങ്ങൾ കേട്ടു. പേടിക്കൊന്നും വേണ്ട, ടിക്കറ്റ് ഞങ്ങൾ അറേഞ്ച് ചെയ്തോളൂ. സത്യമായിട്ട് ഞങ്ങൾക്കൊരു വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു ചേട്ടാ. അയ്യോ, ട്രെയിൻ വിടാറായി. നിങ്ങളില്ലാതെ ആദ്യമായിട്ട് അവസാനമായിട്ട് സാർ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്ത. എന്താ? ഞങ്ങളുടെ പുറത്ത് ഞങ്ങൾ ആ പെൺകുട്ടികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. നാടാർ സാർ ഒന്ന് കണ്ണടക്കണം. കണ്ണടക്കേ. ഞാൻ എന്നെ വിട്ടേ.
അവസാനം നിങ്ങൾ മറക്കും അത്. സാധനം കൊണ്ടുവരില്ലോ. AC കമ്പാർട്ട്മെന്റ് ഇൻസ്പെക്ഷൻ വന്നാലേ ഞാൻ ഗോകർണത്തേക്ക് തെറിക്കും. അപ്പൊ നിങ്ങൾ ആരും ഉണ്ടാവില്ല. നോക്കുന്നേ 4, 3, 7 പേര് ഒരു കുപ്പയില. ഞങ്ങൾ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ എങ്ങനെ കിടന്നോളാം. അപ്പൊ ശരി, നിങ്ങൾ കുപ്പി കൊണ്ടിരില്ലേ? പിന്നെ ഞാൻ മംഗലാപുരത്ത് ഇറങ്ങും. സണ്ണിക്കുട്ട എനിക്കുമ്പോ പറയണം ഞാൻ മംഗലാപുരത്ത് ഇറങ്ങിപ്പോയി. പിന്നെ ഭാര്യയ്ക്ക് ഒരു കുപ്പി വൈൻ കൊണ്ടുവരണം. അവിടെ പ്രസവിച്ചെടുക്കുക. എല്ലാം ഞാൻ മാത്രം ശരിയാക്കിയിട്ടുണ്ട്. വന്നോളൂ കേട്ടോ. പെട്ടി ഞാൻ പിടിക്കാം കുട്ടി. കയ്യിൽ ഞാൻ പിടിച്ചോളാം. വരൂ. സത്യം പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് കല്യാണം തന്നെ കഴിക്കാം. സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. സണ്ണിച്ച, സണ്ണിച്ച, ഇവിടെ പെണ്ണുങ്ങൾ കിടക്കട്ടെ, നമുക്ക് പുറത്ത് കിടക്കാം. അല്ല ഇതാരാ? ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ്. എല്ലാം ഞാൻ തന്നെ ശരിയാക്കിക്കോളാം. ഹലോ ഈ കരസ്പർശം വേണ്ട. ഇതൊക്കെ ഞങ്ങളുടെ അല്ല അച്ഛൻ്റെ സിസ്റ്റേഴ്സ് ആയിട്ട് തന്നെ കണ്ടാൽ മതി അല്ലേ? അച്ഛനെ വന്നേ, ഒരു കാര്യം പറയാം. അച്ഛൻ എപ്പോ പോലെ പെമ്പിളോട് ഇത്ര ദേഷ്യമായ? എനിക്ക് പെമ്പിള്ളേര് കല്യാ. അച്ഛനൊന്ന് സഹകരിക്കണം. നമ്മുടെ ഭർത്ത അവർക്ക് കൊടുക്കാന്ന് പ്രോമിസ് ചെയ്ത് പോയേ. നമ്മുടെ ഭർത്ത ആരോട് ചോദിച്ചിട്ട് എന്റെ ഭർത്ത കൊടുക്കാൻ? അച്ഛന്റെ ഭർത്ത് കൊടുക്കണ്ട, ഞങ്ങളുടെ ഭർത്ത് കൊടുക്കാലോ. അപ്പൊ നിങ്ങളൊക്കെ അവിടെ കിടക്കും, ഞങ്ങൾ പുറത്ത് കിടന്നോളാം. അപ്പൊ ഞാനും പെണ്ണുങ്ങളുവാ. എന്റെ ചാരിത്രം ഇല്ലാത്തൊന്നും പോവില്ലെന്ന്. കൊച്ചു പെമ്പിള്ളാരാ. 8 ബൂട്ടും അറിയാതെ ചാരിത്രം പോരല്ലോ. ഒന്നുമില്ല. ഇതാവുമ്പോ അച്ഛനൊരു സംരക്ഷണം. അതെ, ഒറ്റ രാത്രി കൊണ്ട് അച്ഛനും അങ്ങനെയൊക്കെ പറ്റും. ചിലപ്പോ അവര് ശരിയാക്കിയാന്ന് പറയും. ഞാൻ ചൂടായപ്പോ പുള്ളി ശരിക്കും ഒന്ന് പേടിച്ചു. ഞാൻ ചൂടാവാൻ തന്നെ എന്റെ പേടിയാ. താഴത്തെ ബർത്ത് എനിക്ക് വേണം. ഒരു ബർത്ത് നടക്കാതിരുന്നാ മതി. ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ? കുട്ടി പോയി കിടന്നോളൂ. ബർത്തിൽ കയറാൻ ഹെൽപ്പ് ചെയ്യണോ? നോ താങ്ക്സ്. ഇതാണ് നമ്മുടെ ബർത്ത്. നമുക്ക് ഇവിടെ കിടക്കാം. എന്താ? അല്ല, കുട്ടി ഇവിടെ കിടന്നോളൂ. ഇതെന്റെ ബ്ലാങ്കറ്റാ, വേണേ പൊതിച്ചോളൂ. കൊച്ചു നാറ്റം ഉണ്ടാവും. അതെന്റെയാണ്. ചെന്നേ. അതെ അതെ, പോയി കിടന്നേ മക്കളെ. ചെല്. മനുഷ്യനെ നിലക്കെടുത്താൻ വേണ്ടി പാതിരാക്കൂരൊന്ന് കയറി വരും. ടോയ്ലറ്റിൽ പോകുമ്പോ കാണാം. പോയിട്ട് വരാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരിക്കലും ഹിന്ദി പടം സ്വിറ്റ്സർലൻഡിൽ ഷൂട്ടിംഗ് കിടക്കും. സോങ് ഷാറൂഖ് ഖാനാണ് ഹീറോ. അവനിങ്ങനെ മലന്ന് കിടക്കുക, മടിയിൽ ജൂഹിച്ചോളാം. കിസ്സിങ് സീന ഒരു കിസ് ഫിക്സ് ചെയ്തു. ഒരു ടൈറ്റ് ക്ലോസ്, ഒരു വൈഡ് ഒക്കെ ഞാൻ തന്നെ എടുക്കണമല്ലോ. അതിനിടയ്ക്ക് ഡയറക്ടർ തെണ്ടി കയറി വന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, കാണാന്ന് പറഞ്ഞ് വർത്താനം പറഞ്ഞു. ഞാൻ കൊടുത്താലും ഒരു കീറി. സംവിധായകനല്ലേ സിനിമയിൽ വലിയ ആള്? അയ്യേ ചുമ്മാ പറയുന്നത്. എല്ലാം ക്യാമറമാനാണ്. ക്യാമറമാനാണൊക്കെ തീരുമാനിക്കുന്നത്, ക്യാമറമാനാണൊക്കെ എടുക്കുന്നത്. ക്യാമറയിലേക്ക് ഒരു ഷോട്ട് എടുക്കാൻ പറ്റുമോ? എന്റെ പ്രശ്നം. നീക്കെന്താ ഉറങ്ങില്ലടാ? ഞങ്ങളുടെ മൊബൈൽ ഫോൺ വെച്ച് മറന്നു. അതാ. ഓ, 3 പേരുടെ. അല്ല, നീയൊക്കെ എന്താ പറഞ്ഞു ഇവരടുത്ത് സംസാരിക്കാൻ കൊള്ളൂല, കച്ചറകളാണെന്ന്? ഇവരൊക്കെ ഡീസന്റ് പർദീസാണ്. ഇതൊക്കെ ഞങ്ങളെ പറയുന്നൊന്നും വിശ്വസിക്കില്ലേ? ഇതൊക്കെ അച്ഛന്റെ നമ്പറാ. അതെ, അതൊക്കെ പോട്ട്. എനിക്ക് ഉറക്കം വന്നില്ല. എന്നാ പിന്നെ ഇവരടുത്ത് മിണ്ടിയും പറഞ്ഞു കോമഡിയൊക്കെ അടിച്ചങ്ങനെ. ലേഡീസിനെ കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടൊക്കെ മാറിയിട. പെണ്ണില്ലെങ്കിൽ പിന്നെ ലോകമേ ഇല്ല. ചേട്ടൻ ബാക്കി കഥ പറ. അതെ, കഥ പറ. നമ്മളെവിടെ പറഞ്ഞു നൈറ്റ് ടോയ്ലറ്റിൽ പോവാൻ. നീ എന്ത് കാണാതിരിക്കും? ഹലോ, മുടി വെട്ടണ എവിടെയെന്ന് വെച്ചാൽ പോട്ടെ, ഇതെടുക്കാണേ. ഈ സംവിധായകൻ അയാൾ ഓട്ടോ എന്ന് പറഞ്ഞ പിന്നല്ല ഞാൻ
അയ്യോ അഭിരാമി ഞാൻ ഉരുണ്ടോളാം. ഇറങ്ങടാ, ഗോവ എത്തി. എന്നെ വിളിച്ചോ? വേണ്ട ഞാൻ വന്നോളാം. സൂക്ഷിച്ചു. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് കുറെ കാലം. ഞാൻ സാറിന് ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യാറുള്ളത്. പിന്നെ ജസ്റ്റ് ഫോർ ചേഞ്ച്. അമ്മേ. मार दूंगा तुझे। चल पीछे चल। चाकू नीचे डाल। आगे मत आना, पीछे चल। और एक कदम आगे बढ़ा तो लड़की को काट कर रख दूंगी। हट जाओ। ഞാൻ പണ്ടൊരു പ്രൊഡ്യൂസർ അടിച്ച ഈ സ്റ്റൈലായിരുന്നു. ये अपुन का जगह है। यहाँ कोई खेलने के लिए आएगा, किसी के नहीं छोड़ेगा। ये सीए इमरान खालिद, ले जा इसको। जाओ। थैंक्स। वो बहुत डेंजरस आदमी है। ഹിന്ദി നമുക്ക് അച്ഛതര അറിഞ്ഞൂടാ സാർ. കേരള സേ ഹേ. ഓഹോ, മലയാളികളാണല്ലേ. ഞാൻ ചാർജ് എടുത്ത് ഒരാഴ്ചയായിട്ടുള്ളൂ. ഗോവ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ട്രാൻസ്ഫർ വാങ്ങി വന്നതാ. കുഴപ്പം കാണിക്കുന്ന എന്റെ കൂടപ്പുറപ്പായാലും ശരി, ചാവട്ടി എല്ലോട്ടിക്ക് ഞാൻ. പിന്നെ ആ കാലുകൊണ്ടുള്ള പ്രയോഗം അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ സിനിമാസിന്റെ ചെറിയ അടിയുണ്ടാക്കാറുണ്ട്. അതിന്റെ ഒരു എക്സ്പീരിയൻസാ. എന്നല്ല അടിയുണ്ടാക്കുമ്പോ പിടിച്ചു മാറ്റാം. ഗോവ ഏറ്റവും നല്ല ടൂറിസ്റ്റ് സ്പോട്ടാ. അതുപോലെ ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്. അലമ്പിലൊന്നും ചെന്ന് ചാടിയേക്കരുത്. കുഴപ്പം മലയാളിയാ കാണിക്കുന്നെങ്കിൽ രണ്ടിടി കൂടുതലടിക്കും ഞാൻ. മനസ്സിലായാ? മനസ്സിലായി സാർ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ. എന്നാ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പൊ ശരി, ബൈ. ഓക്കെ ബൈ. ഞാൻ വിളിക്കുന്നുണ്ട്. വെൽക്കം ടു ഗോവ. ധൈര്യമായിട്ട് കയറിക്കൊള്ളൂ. ഞാൻ എല്ലാം കാണുകയായിരുന്നു. എല്ലാവരുടെയും ടേസ്റ്റ് എനിക്ക് മനസ്സിലായി. ടേസ്റ്റോ? എന്ത് ടേസ്റ്റ്? ഗോവൻ ട്രിപ്പ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരനുഭവമാക്കി മാറ്റണമെങ്കിൽ എന്റെ വണ്ടി കയറിക്കോ. അതല്ല 2 സ്മോളും അടിച്ച് വെറുതെ ഗോവ മാത്രം കറങ്ങിയിട്ട് പോയാൽ മതി. എങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ചോ. അതെ പക്ഷേ ഞങ്ങൾക്ക് ഈ ഗോവ കണ്ടാ മാത്രം പോരാ. പോരാ പോരാ. വണ്ടി ഉള്ളൊക്കെ ചോടുതോ. നിങ്ങളുടെ ഈ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. നല്ല മനുഷ്യരുടെ കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ ഞാൻ ക്ഷമിക്കും. എനിവേ, വ്യാഴാഴ്ച നടക്കുന്ന നിങ്ങളുടെ കല്യാണത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. നിങ്ങൾക്ക് പോവാം. താങ്ക് യു സാർ. ഈ മുഷിഞ്ഞക്കാക്കിക്കുള്ളിൽ ഒരു വിശാലമായ അതെ, വ്യാഴാഴ്ച കല്യാണത്തിന് ഞാനും ഉണ്ടാവും ചർച്ചില്. സാറിന് ബുദ്ധിമുട്ടാവില്ലേ? നല്ല കാര്യങ്ങൾക്കുള്ള കൂടുതൽ എതിർപ്പുണ്ടാവുന്നത്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ അവിടെ ഉണ്ടാവും. ഇനി എന്ത് പോവാ, എല്ലാം പോയില്ലേ. അച്ചായ എന്നൊക്കെ വിളിച്ചൊരു ഏട്ടന്റെ സ്ഥാനം തന്നാ താൻ ഇത്രയും ദുഷ്ടനാണെന്ന് വിചാരിച്ചില്ല. ഒന്ന് കിട്ടിയതിന്റെ പാട് എനിക്കറിയാം. അപ്പോഴാ വേറൊരുത്തരെ കൂടി തലയിൽ വെച്ച് തരാൻ പോണ. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അപ്പൊ തോന്നുന്നു കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുക അല്ലേ? താനോ ഒരു വഴിക്കായി ബാക്കിയുള്ളവരെ കൂടെ വഴിയാതാക്കണോ? ആ ഹോട്ടലിൽ കിടന്ന് അലമ്പുണ്ടാക്കരുത് തന്നോട് കാല് പിടിച്ച് പറഞ്ഞല്ലേ. ഇയാൾക്കത് കേൾക്കാൻ വയ്യ. മുടിയാ തന്നോടാ പറഞ്ഞേ. മേത്തോട്ടിറങ്ങിണ്ടല്ലോ. നീ തന്റെ മൂക്കിലൊക്കെ വലിച്ചു കേട്ടോ. കടൽ മിഠായി നടന്നവരൊക്കെ പിടിച്ച് കള്ളൊഴിച്ചു കൊടുത്ത് കള്ളത്തിനോ പഠിപ്പിച്ച് ആണാക്കിയപ്പോ അവർ എന്നോട് ചോദിക്കാൻ പറ്റുന്നു കോപ്പ്. കമ്പനി എന്ന് പറഞ്ഞാൽ നിനക്കൊക്കെ അറിയാവോ? കൂട്ടത്തിൽ ഒരുത്ത കള്ളത്തിനെ കാണിച്ചു കുഴപ്പത്തിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കൂടെ നിൽക്കണം. അതാണ് കമ്പനി. ഇതൊരു വരും.
ഇങ്ങനെയുള്ള കമ്പനി കൂടുമ്പോഴാ കമ്പനി ചെയ്യണമെന്ന്. അതെ, കഴിഞ്ഞ 7 ദിവസം നമുക്ക് ജീവിതത്തിൽ തന്നെ പറഞ്ഞേക്കാം. വാടാ വാടാ. അതെ അതെ, സ്നേഹത്തോടെ മദ്യം ഒഴിച്ച് തന്നറിന്റെ പേരിൽ ഉപദേശിക്കാം. ആ CI നോട്ടോട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഗോവയിൽ നിന്ന് മുങ്ങിക്കോ. എന്നെ ഉപദേശിക്കുക നീയൊക്കെ ആരടാ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് എന്താ? ഞാൻ നിന്റെ ആരുമല്ലല്ലോ. ഏട്ടന്റെ സ്ഥാനത്താണ് പോലും. ആരുടെ ഏട്ടന്റെ സ്ഥാനത്ത്? പൊയ്ക്കോ അവിടുന്ന്. ഗോവ എന്നല്ല എന്റെ മനസ്സിൽ നേരെ പൊയ്ക്കോ. പോടാ പൊന്നെ. വാടാ വാടാ പോടാ. വാടാ. എന്താണ് ചെറിയ ആലോചിക്കുന്നത്? അല്ലടാ, നമ്മൾ സണ്ണിച്ചാനെ വല്ലാതെ ഹെർട്ട് ചെയ്യുന്നൊരു ഫീലിംഗ്. പോട്ടെ, അങ്ങനെ ഒരാളെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലെന്ന് കരുതിയാൽ മതി. അതെ, നമ്മൾ ഗോവയിൽ വന്നിട്ടേ ഇല്ല. വന്നപ്പോ എന്തൊക്കെയായിരുന്നു? ഗോവയാണ് ഏറ്റവും വലിയ സ്വർഗം. വെറുതെടാ, അവനവന്റെ വീട് തന്നെയാണ് ഏറ്റവും വലിയ സ്വർഗം. എനിക്ക് എങ്ങനെയെങ്കിലും അഭിരാമിയുടെ അടുത്ത് നിന്ന് എത്തിയാൽ മതി. ഇനി ടീനയെ ഞാൻ ഒരു കാര്യത്തിനും കുറ്റം പറയില്ല. എനിക്ക് വീണയുടെ ക്ലാസ്സിലിരിക്കാൻ കൊതിയാവണം. എനിക്ക് ഉരുളാനും. എനിക്ക് അടുക്കളയിൽ കയറാൻ. പ്ലാറ്റ്ഫോം നമ്പർ 2 തന്നെയല്ലേ? അയ്യോ ടീന. ആണോ? എവിടെ? ടീന, എന്താ? നമ്മളിപ്പോ ഗോവയിലല്ലേ? ശരിയാണല്ലോ. ഇവളെന്താ ഇവിടെ? അയ്യോ, അതാരാ? എടാ, അവള് വേറെ കെട്ടിയ. എനിക്കറിഞ്ഞൂടാ. നോക്കി. അഭിരാമി ഇവളും കിട്ടിയ. അവരൊക്കെ ആരടാ? ഇവർ രണ്ടുപേരും എന്താടാ ഇവിടെ? രണ്ടുപേരും മാത്രമല്ല, ടീച്ചറുണ്ട് കൂടെ. അതാരാ? അവനേതാ? ഇവരൊക്കെ ആരാ? ഇന്ന് ഞാൻ ഇവളെന്നെ ഇട്ട് ഉരുട്ടിയത് ഇവനെ കെട്ടാൻ വേണ്ടിട്ടായിരുന്നല്ലേ? ചോദിച്ചിട്ട് നീ അടങ്ങ്. അവനൊക്കെ സുന്ദരനല്ലടാ ഞാൻ. കുടുംബ കേസുകൾ ഞാൻ എത്ര എണ്ണം കൈകാര്യം ചെയ്തിരിക്കുന്നു. ഭർത്താക്കന്മാരില്ലാത്ത നേരം നോക്കി നമ്മുടെ ഭാര്യമാര് ഗോവയിൽ അടിച്ചു പൊളിക്കാൻ ഇറങ്ങിയതാണ്. നീ പോക്കൃത്തരം പറയരുത്. പോക്കരുത്തരോ? എടാ, അവരുടെ കണ്ണിലിപ്പോ നമ്മളെവിടാ? ഞാൻ ഡൽഹിയിൽ, നീ ബാംഗ്ലൂരിൽ, അവൻ ഹരിദ്വാറിൽ അല്ലേ? ആ തക്കം നോക്കി അവരും ഇറങ്ങിയടാ, നമ്മൾ ഇറങ്ങിയതുപോലെ. പഞ്ചകീളടാ പഞ്ചകീള്. ആ സാരിക്കും ചുരിദാറിനൊക്കെ ഉള്ളിൽ പിശാചുക്കളായിരുന്നടാ. ഇനി ഞാനൊരു സത്യം പറയാം. അവരോടൊപ്പം നമ്മൾ കണ്ടത് അവരുടെ ബോയ് ഫ്രണ്ട്സിനെ തന്നെയാണ്. എനിക്ക് തോന്നിയടാ, നമുക്ക് ഗോവയിൽ വന്നിട്ട് ഗേൾ ഫ്രണ്ട്സിനെ കിട്ടിയ പോലെ അവർക്കും കിട്ടിയടാ ബോയ് ഫ്രണ്ട്സിനെ. അപ്പൊ നമ്മളെ പോലെ അവര് വെള്ളോടിയും പഠിച്ചു കാണില്ലടാ. ഞാൻ ഈ ട്രെയിനിന്റെ തലവെക്കാൻ ഇപ്പൊ പോയി അവര് കാണില്ലടാ. നമ്മളെ വഞ്ചിച്ച നമ്മുടെ ഭാര്യമാരെ അവരുടെ ബോയ് ഫ്രണ്ട്സോടൊപ്പം നമുക്ക് പിടികൂടണം. കമോൺ. ഇന്നത് ആരാന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. അവര് ടാക്സി പിടിച്ച് പോയി കാണും. ഒരു കാര്യം ചെയ്യ്, വാ ടാക്സി പിടിക്കാം. അല്ല അല്ലേ? നോക്കാം, ശരിക്കും നോക്ക്, എവിടെന്നെങ്കിലൊക്കെ കിട്ടൂ. കാണുന്നില്ലല്ലോ. ചേച്ചിമാര് കുറെ നേരമായിട്ട് പരവരാന്ന് നോക്കുകയാണല്ലോ. എനിക്ക് മനസ്സിലായി. എന്റെ ചേച്ചിമാരെ, നിങ്ങൾക്ക് കമ്പനി അടിക്കാൻ നല്ല പാർട്ട്നേഴ്സ് വേണം, അത്രയല്ലേ ഉള്ളൂ. ചേച്ചിമാർക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോളൂ, നാണിക്കേ വേണ്ട. വായ അടിക്കട ഒന്ന്. ഏതിനാ നല്ല ഹോട്ടലിലേക്ക് വണ്ടി വിടും. അപ്പൊ സ്വയം സെലക്ട് ചെയ്യാനായിരിക്കും. ഇയാൾക്കൊന്ന് കൊടുത്താലോ? നിറഞ്ഞ മനസ്സോടെ ഞാൻ സ്വീകരിക്കും. ഏരിയ മുഴുവൻ നോക്കി. ഞാനും അവിടെയൊക്കെ നോക്കി, അവിടെ ഒന്നും ഇല്ലടാ. എടാ, നമ്മളോട് കള്ളവും പറഞ്ഞ് ഈ ഗോവയിൽ കറങ്ങാൻ വരാൻ എന്ത് തെറ്റാണ് നമ്മളോട് ചെയ്ത്? അല്ലടാ, നമ്മൾ തെറ്റ് ചെയ്തു. നമ്മൾ അവരെ സ്നേഹിച്ചു, അവരെ പേടിച്ചു. അതെടാ, കള്ളും കുടിച്ചു ഒന്ന് തല്ലുണ്ടാക്കുന്ന ഭർത്താക്കന്മാരെ ഏതൊരു ഭാര്യയും പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുള്ളൂ.
ഭാര്യയും കുടുംബത്തെ മൈൻഡ് ചെയ്യാതെ കള്ളും കുടിച്ച് നടക്കുന്ന ആ സണ്ണിച്ചായന്റെ പോളിസിയാ കറക്റ്റ്. Madam, please wait in the lobby. Just 2 minutes. Thank you. ഓക്കെ ബൈ. അതിങ്ങടുത്ത പേരൊന്ന് നോക്കട്ടെ. കല്യാണി മീനാക്ഷി റോസമ്മ. ആളെ കണ്ടപ്പോ ചെറിയ സംശയം ഉണ്ടായിരുന്നുള്ളൂ. പേര് കേട്ടപ്പോ ഉറപ്പിച്ചു ഇത് സംഗതി അത് തന്നെ. കമ്മീഷൻ ഇംഗ്ലീഷ് പത്രം തന്നെ കിട്ടി. കാർന്നോന്മാര് പറയണ ശരിയാ. സീസറിനുള്ളത് സീസറിനും മാക്ഡോൾസിനുള്ളത് മാക്ഡോൾസ്. വഴി കാണുന്നവരെന്ന് വിളിച്ച് ജീവിതത്തിലേക്ക് കയറ്റുന്നത്. ഏത് കുരിശാണ് ജീവിതത്തിലേക്ക് കയറി വരുന്നത്? കയറി വാ. ആരാ സാർ? ഞാൻ വാസ്കോ. വാസു നീ ഗോ. എന്താ സാർ ഒരു മൂഡ് ഔട്ട്? മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്ന ഒറ്റയ്ക്കാണ്. അന്ന് ഇവിടെ നിന്ന് റിട്ടേൺ പോകുന്നത് ഒറ്റയ്ക്ക്. അപ്പൊ പിന്നെ ഇവിടെ ജീവിക്കുന്ന ഒറ്റയ്ക്കാകുന്നതല്ല എന്റെ ഒരു ലോജിക്. എന്റെ ഒരു മാമിയുടെ മോനും ഇതുപോലായിരുന്നു. ചുഴലി ഇളകുമ്പോ വെറുതെ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കും. ഞാൻ പിന്നെ വരാം സാർ. എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്നെ ഒറ്റക്കാക്കിട്ട് പോയടാ. അതിന്റെ ഒരു ഫീലിംഗിലാ ഞാൻ. അവര് പോയെങ്കിൽ പോട്ടെ സാറേ. സാറിന് വേറെ കൂട്ടുകാരൻ ഞാൻ തരാം. അത് പറയാനല്ലേ ഞാൻ ഓടി വന്നത്. 3 കിടിലം പാർട്ടീസ് വന്നിട്ടുണ്ട്. ഒരുത്തനെ അടുപ്പിക്കുന്ന പ്രശ്നമില്ല. ഇത് ഒരുത്തനല്ല സാറേ, 3 ഒരുത്തികൾ. മലയാളികളാ. ഇതിന്റെ അപ്പുറത്തെ കോട്ടേജിലാ താമസിക്കുന്നത്. ബീച്ചിലും സിറ്റിയിലൊക്കെ വെച്ച് അവളുമാര് ആണുങ്ങളെ തപ്പി നടക്കുകയായിരുന്നു. സാറിന് താല്പര്യമുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ക്ലിയർ ചെയ്തിട്ട് പോവാം. അവിടെ ചെന്ന് വെറുതെ നാണം കെടാൻ നിൽക്കണം. അവര് വന്ന് കയറിയിട്ടേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തോട്ടെ. ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തോളാം. നമുക്ക് തീർച്ചയായിട്ടും. ധൃതി വെക്കല്ലേ സാറേ. കൊള്ളാം. 4 ആണും 3 പെണ്ണും. ഞാൻ ചിരിക്കണോ കരയണോ? സോറി സോറി. നീ എന്താ പറഞ്ഞത്? ഇവര് പോണെങ്കിൽ പോട്ടെന്നാ. എന്റെ പിള്ളേർക്ക് അവരുടെ ഇച്ഛാനെ വിട്ടിട്ട് പോകാൻ പറ്റില്ലടാ. താനൊന്ന് ഇറങ്ങി തരൂ. ഏട്ടനും അനിയന്മാർക്കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിലും വലിയ കാര്യങ്ങളായി എനിക്ക് പറയാനുള്ളത്. സണ്ണി സാറിന് അറിയാം. ദേ ഇതിന്റെ അപ്പുറത്തെ മുറിയില് കുറച്ച് ലേഡീസ് വന്നിട്ടുണ്ട്. അതിലെ ചുരുണ്ട മുടിയുള്ള പൊക്കം കൂടിയ കക്ഷി സണ്ണി സാറിന് കറക്റ്റാ. ഉള്ളതിൽ വെളുത്തിട്ട് അടയ്ക്കാക്കുരുവി പോലുള്ള ഒരെണ്ണമുണ്ട്. അത് സാറിന് സ്യൂട്ടാവും. പിന്നെ പട്ടിണി കിടന്ന കുതിരയെ പോലെ ഒരെണ്ണമുണ്ട്. അത് സാറെടുത്തോ. പിന്നെ സാറിന് ഞാൻ. നീ ഒന്നും ശരിയാവില്ല. അയ്യ അങ്ങനെയല്ല. നല്ലൊരു പെൺകുട്ടിയെ. ഇതൊന്നും കേൾക്കാനുള്ള അവസ്ഥയിലല്ല ഞങ്ങളിപ്പോ. എടാ വാസ്കോ, നീ പങ്കിടാൻ നിൽക്കണ്ട. ആകെ ഞാൻ വന്ന് നോക്കിയിട്ട് ഓരോരുത്തർ അളവും തൂക്കമൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്തോളാം. ഇപ്പൊ നീ അങ്ങോട്ട് ചെല്ല്. ഞാനൊന്ന് കുടിച്ച് ഫ്രഷ് ആയിട്ട് വരാം. അവരുടെ റേറ്റ് കൂടുതലാ. കാശ് കുറെ കരുതിക്കൊള്ളണം. അപ്പോ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്ക്. ഞാൻ പോയൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. സണ്ണിച്ചായ, ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളെ വഞ്ചിച്ചിരിക്കുക. ഞങ്ങൾ ഇവിടെ വന്ന പോലെ അവര് ഞങ്ങളോട് പറയാതെ ഇപ്പൊ ഗോവയ്ക്ക് എത്തിയിരിക്കുക. ആണുങ്ങളുടെ കൂടെ അടിച്ചു പൊളിക്കാൻ. സണ്ണിച്ചായ, ഞങ്ങള് കരയാൻ മുട്ടി നിൽക്കുക. നിങ്ങളൊന്ന് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറ. എന്താ സംഭവിച്ചത്? പറയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ കിടക്കം. സ്ത്രീകൾ അവർ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും, കരഞ്ഞുകൊണ്ട് കെഞ്ചും, മോഹിപ്പിച്ചുകൊണ്ട് വഞ്ചിക്കും. ബൈ MT വാസുദേവൻ നായർ. കല്യാണത്തിന് പെണ്ണുകെട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ?
കല്യാണത്തോടെ പെണ്ണ് ആണിനെ കെട്ടിയിടുന്നതുകൊണ്ട് ബൈ സണ്ണി എബ്രഹാം. ഞാനുണ്ടല്ലോ എന്റെ കല്യാണ വീഡിയോ ദിവസവും എടുത്ത് പിന്നിലേക്ക് ഇങ്ങനെ റീവൈൻഡ് ചെയ്ത് കാണും. എന്തിനാണെന്നറിയോ? മിന്നുകെട്ട് സമയത്ത് അവൾ എന്റെ വിരലണിയിച്ച് മോതിരം ഊരിയെടുത്ത് പിന്നിലേക്ക് അവൾ ഇങ്ങനെ നടന്ന് കാറിൽ കയറി ട്രന്ന് പിന്നിലേക്ക് പോകുന്നത് കണ്ട് സന്തോഷിക്കാൻ. വിവരിക്കാനല്ല, ഈ സിറ്റുവേഷനിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കുമെന്ന് അറിയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഒരു മിനിറ്റ്, നമ്മൾ ഈ കാള പറ്റൂന്ന് കേട്ട ഉടനെ കയറെടുക്കുന്നതാണെങ്കിലോ? നീ ഏത് കാള പറ്റ കാര്യം പറയണം? കാര്യം പറ. നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണെങ്കിലോ? ഭർത്താക്കന്മാര് വീട്ടിലില്ലാതെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോ അവര് വിചാരിച്ചിട്ടുണ്ടാവും ഗോവ വരെ ഒന്ന് പോയിട്ട് വരാന്ന്. ഇവിടെ എത്തിയിട്ട് നമ്മളെ വിളിക്കാന്ന് കരുതിയിട്ടുണ്ടെങ്കിലോ? ഏയ്, നിങ്ങളെക്കാൾ ഒരു 5-6 വെഡിങ് ആനിവേഴ്സറി കൂടുതൽ അടിച്ചിട്ടുള്ളവനാ ഞാൻ. ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ വൈഫിനൊന്ന് വിളിച്ചു നോക്ക്. അവരിൽ കള്ളത്തരം ഇല്ലെങ്കിൽ ഗോവയിലാണെന്ന് തന്നെ പറയും. പക്ഷേ അങ്ങനെ പറഞ്ഞ ഞാൻ മുട്ടി മുറിച്ചു കളയും. എന്നാ വിളിക്കട ഗോവിന്ദ്. ഓ വിളിക്കൂ. ഗോവയിലൊന്ന് പറയണേ. അതങ്ങനെ തന്നെ പറയുള്ളൂ, അവള് നുണ പറയില്ല. ലൗഡ് സ്പീക്കറിലിട്. കെട്ടിയോനെ വിളിക്കുന്നേ. എടുക്കട്ടെ? എടുക്കാം. ലൗഡ് സ്പീക്കറിലിട്. ശരി. അമ്മേ മഹാമായി പറയൂ ഗോവിന്ദേട്ടാ. എന്തൊക്കെയുണ്ട് അഭിരാമി വിശേഷങ്ങൾ? സുഖാണ് ഗോവിന്ദേട്ടാ. ഗോവിന്ദേട്ടന്റെ കാര്യം ഞാൻ ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ. ഭജനം എങ്ങനെ പോകുന്നു ഗോവിന്ദേട്ടാ? നന്നായിട്ട് പോണു അഭിരാമി. അതെ, അഭിരാമി ഇപ്പൊ പുറത്താണോ? എന്തോ ബീച്ചിന്റെ ശബ്ദം പോലെയൊക്കെ തോന്നുന്നല്ലോ. ഞാനിവിടെ ഗോവിന്ദേട്ടന്റെ ഐശ്വര്യത്തിന് വേണ്ടി കൃഷ്ണന്റെ അമ്പലത്തിലാ. എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഇരട്ടിക്കാറില്ല ആ കൃഷ്ണന്റെ അമ്പലത്തില്. ഇന്ന് വിശേഷ പൂജയാണേ. ഇത് കഴിഞ്ഞ് ടീനയുടെ വീണയുടെ വീട്ടില് പ്രസാദമായിട്ട് ഞാൻ ചെല്ലുന്നുണ്ട്. ആ പൂജ തുടങ്ങി. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഒന്ന് വെച്ചോണ്ടല്ലോ. എന്തായി? എന്തൊക്കെയായിരുന്നു? എന്റെ പൊന്നു മുടിക്കുട്ടാ, നിനക്കൊടുക്ക തായ്സാടാ. ചതിയന്മാര്, അവർക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ഗോവയിലുണ്ടെന്ന്. വഞ്ചകിമാർ, അവർക്കറിയില്ല നമ്മൾ ഗോവയിലുണ്ടെന്ന്. നാളെ രാവിലെ മുതൽ ഗോവ മുഴുവൻ അരിച്ചു പെറുക്കണം. അവരുടെ കള്ളത്തരം കയ്യോടെ കണ്ടുപിടിക്കണം. എന്നിട്ടുടൻ ഡൈവോഴ്സ് നോട്ടീസ്. അത് കിട്ടുമെന്ന് പതറും, കരഞ്ഞ് കാല് പിടിക്കും. പക്ഷെ നമ്മുടെ മനസ്സറിയാൻ പാടില്ല. മനസ്സ് പാറ പോലെ ഉറപ്പിച്ചു നിർത്തണം. എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയണം ഗുഡ് ബൈ. എന്നേക്കും ഗുഡ് ബൈ. എന്താടാ? എന്നാലും അഭിരാമി എന്നോട് ഈ ചതി ചെയ്തതാ. ഒരു ദിവസം 4 നേരം ശ്രദ്ധിക്കണ്ട, ഒരു ദിവസം 4 നേരം അമ്പലത്തിൽ പോകുന്ന ഭക്തിയാണ് എന്റെ ഭാര്യ. ഈ ഭക്തി എന്ന് പറയുന്ന ഒരു മറയാ. ഈ പെണ്ണുങ്ങൾ അമ്പലത്തിൽ പോകുന്ന എന്തിനാന്നറിയോ? അവിടെ അമ്പലത്തിന്റെ ചുരിച്ചെല്ലാം അത് കണ്ട് ആസ്വദിക്കാനാ. അപ്പൊ എന്റെ വീണ ട്യൂഷൻ എടുക്കണതോ? അത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുമായിട്ട് അടുത്തിടപഴകാൻ. അപ്പൊ ചീന ജോലിയൊന്നും ചെയ്യാത്തതോ? അത് ശരീരത്തിന്റെ സൗന്ദര്യം കാത്തു സൂക്ഷിച്ച് എന്നെ പോലുള്ള ചെറുപ്പക്കാരെ ആകർഷിക്കാൻ. നമ്മൾ ആ സാനിയുടെ ഒക്കെ കൂടെ ഗോവ മുഴുവൻ കറങ്ങി, പക്ഷെ വേണ്ടാത്തൊന്നും ചെയ്തില്ല. എന്താ? നമ്മുടെ മനസ്സ് ശുദ്ധ. അങ്ങനെ പറയരുത്, തിരിച്ചു പറ. മനസ്സ ശുദ്ധ. സാഹചര്യം കിട്ടാത്തതുകൊണ്ട് ശരീരം ശുദ്ധമായിട്ടിരിക്കും. വീട്ടില് സാഹചര്യം കിട്ടിയിട്ട് ഞാൻ ശുദ്ധനാണ്. ഏതായാലും നിങ്ങളെ 3 പേരെ അവര് ശരിക്കും വഞ്ചിച്ചു. ഇനി തിരിച്ച് ചെയ്യാന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, തിരിച്ചും വഞ്ചിക്കുക. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടവരുടെ മനസ്സിന്റെ വഞ്ചിക്കാൻ. എടാ ബാസ്കോ പറഞ്ഞെടുത്തോളം നമ്മുടെ മുറിയുടെ അപ്പുറത്തെ മുറിയില് 3 പെണ്ണുങ്ങൾ വഞ്ചിക്കപ്പെടാനായിട്ട് നിൽക്കുക. നമുക്ക് വീട്ടൊന്ന് വഞ്ചിച്ചാൽ എന്തെപ്പോ തെറ്റ്? വഞ്ചിക്കണ്ട, ജീവിതം അങ്ങനെ മടുക്കാനുള്ളതല്ല ജീവിതം, അടിച്ച് പൊളിക്കാനുള്ളതാണ്. നിങ്ങൾ കൂടെ നിന്നാ മതി. അച്ഛൻ മുമ്പിൽ നിന്ന് വഞ്ചിച്ചോളാം, നിങ്ങൾ പിന്നെ വഞ്ചിക്കും. വഞ്ചനയുടെ എടാ, ദൈവ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് പുരുഷന്റെ വാരിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പുരുഷന് സ്ത്രീയുടെ മേലൊരു അവകാശമുണ്ട്. നമുക്ക് ഈ വാരയിലില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. വേണ്ട, കണ്ണിന് കണ്ണ്,
പല്ലിന് പല്ല്, വഞ്ചനക്ക് വഞ്ചന. നമുക്ക് വഞ്ചിക്കടാ. എനിക്ക് വഞ്ചിക്കാനുള്ള മൂന്ന് നീ ഉണ്ടായിരുന്നു? സാധനം പോയാ ഞാനും കണ്ടിട്ടില്ല. നീ ഉണ്ടോടാ? എന്തൊരു സാധനം. എന്തെന്നാണ് ബ്രദർ, ഇവരുടെ 3 പേരുടെ സ്ഥാനം കാണാതെ പോയല്ലോ. എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. സംഗതി ഞാൻ ശരിയാക്കി തരാം, പക്ഷെ ഇച്ചിരി റിസ്കാ. മലയാളിയാണല്ലേ? ഇവിടെ കിടന്ന് ചുറ്റി തിരിയുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മലയാളികളായിരിക്കുമെന്ന്. ഒരു മലയാളിക്ക് മറ്റൊരു മലയാളിയുടെ വികാരം മനസ്സിലാവും. പിന്നെ ഇവിടെ നിൽക്കേണ്ട അങ്ങോട്ട് മാറി നിൽക്കി, ഞാനൊന്ന് സംസാരിച്ച് ഓക്കെ ആക്കാം. എന്താ സംസാരിക്കാൻ? സോറി, എല്ലാ കാശ് ടീം നടന്നാ മതിയായിരുന്നു. യാ കം ഇൻ. ഫുഡ് അവിടെ വെച്ചേക്കോ. 3 പേരുടെ മുഖത്തൊരു തെളിച്ചുമില്ല. എങ്ങനെ തുടങ്ങും? എന്താ സുഖമാണോ? ഓ, എന്താ മൊത്തത്തിന്റെ ഒരു മ്ലാനത? ഇയാളെ കൊണ്ട് തോറ്റല്ലോ. എന്ത് ചെയ്യാനാ, മലയാളിയായി പോയില്ലേ. അന്യരുടെ കാര്യത്തിൽ തലയിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇയാളൊന്ന് പോയേ. അല്ല, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എങ്ങനെ പറയുമെന്ന് ആലോചിക്കുക. 1-2 വെയിറ്റേഴ്സ്, അല്ല 1-2 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെറുപ്പക്കാരാ. മനസ്സിലായില്ല. അല്ല, ഒരു കമ്പനിക്ക് രാത്രി കളിതമാശയൊക്കെ ആയിട്ട്. പറഞ്ഞപ്പോഴേ തിടുക്കുവായോ? അവരെ അകത്തേക്ക് വിളിക്കട്ടെ, ഒരു കമ്പനി കൂടാ. പോലീസിനെ വിളിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ ചേച്ചി ചേച്ചി ചതിക്കരുത്, എനിക്ക് തെറ്റുപറ്റി, മാപ്പ്. ഈ ഓൺവർഗം മുഴുവൻ നമ്മുടെ ഭർത്താക്കന്മാരെ പോലെ ആയി പോയല്ലോ. അയ്യോ, ഏതോ ഒന്നിന്റെ കൈ നഖം കൂടുതലാ. അയ്യോ, രക്ഷപ്പെട്ടു. അവരിച്ചിരി ഫോർവേഡാ. അവരിച്ചിരി ക്ലാസ് ആന്ന് എന്ന് വെച്ചാൽ അതിന്റെ കുറെ സമയം എടുക്കുമെന്ന്. എന്ത് സമയം? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ, ഒന്ന് സമാധാനപ്പെട്. ഒരു മലയാളി വേറൊരു മലയാളി ഒന്ന് മനസ്സിലാക്കൂ, ഒന്ന് വിശ്വസിക്കൂ. ഒരു പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറുന്ന പഠിച്ചില്ലേ? ഒരു മിനിറ്റ്, നമുക്ക് കിടന്നുറങ്ങാം. നാളെ രാവിലെ ഭാര്യമാരെ അന്വേഷിക്കേണ്ടതല്ലേ? ഈ സ്ഥാനത്തിന് പിടിച്ചതാ. ശവണം